ഒരു പള്ളിമുറ്റത്ത് ആദ്യമായിട്ടാണ് BJP ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയത്. ചരിത്രത്തിൽ ആദ്യമെന്ന് തന്നെ വേണമെങ്കിലും പറയാം. അതിന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു പിന്തുണ ആദ്യമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള സാഹചര്യമില്ലേ? ശരിക്കും സാഹചര്യമുണ്ട്. കാരണം BJP ആദ്യം ഈ പരിപാടി പള്ളിമുറ്റത്ത് വെക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമരസമിതി സമരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും നമ്മളോട് വന്ന് പറഞ്ഞാണ് ഈ പള്ളിമുറ്റത്ത് തന്നെ ഈ പരിപാടി നടത്തണമെന്നാണ്. കാരണം ഈ സമരം നടക്കുന്ന സ്ഥലത്ത് മന്ത്രി വന്ന് പോരാട്ടം നടത്തുന്ന ആൾക്കാരെ കണ്ട് അവരുടെ മുന്നിൽ വെച്ച് പറയണം ഈ പള്ളിമുറ്റത്ത് തന്നെ. അത് എന്ത് വില കൊടുത്തും ഏത് തരത്തിൽ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടെങ്കിലും ഇവിടെ നടത്തണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സമരം മുന്നിൽ നിന്നായിരിക്കുന്ന സമരം നടക്കുന്ന നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മാറ്റം നമുക്ക് പ്രകടമാകുന്നുണ്ട്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണെന്നൊക്കെ ഈ പള്ളിമുറ്റത്ത് ഇത്രയും പേര് വെച്ചൊരു പരിപാടി നടത്തണമെങ്കിൽ അത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ചേട്ടാ നമസ്കാരം. നമസ്തേ. ഇപ്പോൾ കിരൺ റിജ്ജു വന്ന് മുനമ്പത്തുകാരെ കണ്ടു, നേരിട്ട് അവരെ ആശ്വസിപ്പിച്ച് പോയിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഒരു സമയത്ത്? ഭയങ്കര പ്രതീക്ഷയുണ്ട്. കേന്ദ്രമന്ത്രിയല്ലേ വന്നത്. ഈ ബില്ല് അവതരിപ്പിച്ച മന്ത്രി വന്ന് ഇവിടുത്തെ ജനങ്ങളോട് നേരിട്ട് പറയാൻ നേരത്ത് അതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ശുഭപ്രതീക്ഷ തന്നെയാണ്. പല കുത്തിത്തിരിപ്പ് മാധ്യമങ്ങളും പല കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ കാരണം ഇവിടുത്തെ വഖഫ് നിയമത്തെക്കുറിച്ച് ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെയും കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ നിയമം എന്താണ്, ഈ പുതിയ നിയമം വന്നാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രി വന്ന് നേരിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ അത്ര സന്തോഷത്തിലും അത്രയും പ്രതീക്ഷയിലും തന്നെയാണ്. കാരണം ഇനിയുള്ള നിയമ പോരാട്ടങ്ങൾ ഇനി കേരള സർക്കാരിനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആ നിയമ പോരാട്ടങ്ങൾക്കും അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാരും BJP ഒപ്പമുണ്ടെന്ന് അവർ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം BJP പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടേ ഇരുന്നിട്ടുള്ളൂ. നമുക്കറിയാം പല കാര്യങ്ങളും. അതിവിടെ മന്ത്രി തന്നെ പറഞ്ഞു നരേന്ദ്രമോദി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ കാര്യത്തിൽ ശുഭപ്രതീക്ഷ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോടും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനോടും ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ഈ പിണറായി വിജയനോട് പറയാനുള്ളത് ഈ വഖഫ് നിയമമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. മുർഷിദാബാദില് അവിടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കണാണ്. അവിടെ മരിച്ച 2 പേര് സഖാക്കന്മാരാണ്. ഈ 2 സഖാക്കന്മാര് മരിച്ചിട്ട് ഒരക്ഷരം ഉരിയാടാനായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, പറയൂല. കാരണം അവർക്ക് ചില നിലപാടുകളുണ്ട്. ചില ആൾക്കാരുടെ വോട്ട് വേണം. ബംഗാളിൽ തൻ്റെ കൂടെയുള്ളവൻ ചത്താലും കുഴപ്പമില്ല, ഇവിടെ കുറച്ച് വോട്ട് കിട്ടണം. അതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. പിന്നെ VD സതീശൻ 10 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് തീർക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നാൽ ഇവിടുത്തെ നാട്ടുകാർ തല്ലുപിടിക്കും. അതുകൊണ്ട് ഈ പരിസരത്തോട്ട് വന്നിട്ടില്ല. അത് തന്നെയാണ് ഹൈബ്രിഡ് കേട്ടോ. ഈ പരിസരത്തോട്ട് വരൂല. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ നല്ല അസലി പച്ചത്തെറി, ഈ കടപ്പുറം തെറി എന്നൊക്കെ പറയില്ലേ, ആ സൈസ് തെറി കേൾക്കും. ഒരു സംശയമില്ല. ഈ മുൻപത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കിരൺ റിജ്ജു വന്ന് സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകിയിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഏകദേശം ഒരു വർഷത്തിനുള്ളിലെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷ? അതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ പറഞ്ഞ അതിൻ്റെ ചട്ടങ്ങളൊക്കെ രൂപീകരിക്കാണ്ട് അതിനനുസരിച്ച് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്ന് ഇത് ഇവർക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഈ BJP ഇടപെട്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വേറെ തരത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുക്കാനുള്ള ശ്രമം ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അധികം നാളൊന്നും ഇവർ സമരം ചെയ്യേണ്ട ആവശ്യം വരില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹാരം ഉണ്ടാകും. ഇവർ സ്വന്തം ഭൂമിയിൽ സന്തോഷത്തോടെ അവർക്ക് കരമടക്കാനും അതുപോലെ അവർക്ക് ഭൂമി പണയം വെച്ച് വിദ്യാഭ്യാസം നേടാനും കല്യാണം നടത്താനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സംശയമില്ല. എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം 2.5-3 വർഷത്തോളമായി ഞങ്ങൾ ഈ വകുപ്പ് എന്ന് പറയുന്ന ഈ ഏടാകൂടം ഞങ്ങളുടെ തലയിൽ വന്ന് വീണിട്ട് അതിനുശേഷം പലരും വന്ന് നമ്മളുടെ കൂടെ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾക്ക് കൂടെ ഉണ്ടെന്ന് പറയണതല്ലാണ്ട് ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ BJP ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് ആണ് ഈ അമെൻമെൻറ്റ് ഭേദഗതിയായിട്ട് വന്നത്. അതിൽ നിന്നുകൂടെയാണ് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായത്. അതിൽ പ്രതീക്ഷ അർപ്പിച്ച് ആ പ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ ദിവസം കിരൺ റിജ്ജുവിലൂടെ പാർലമെൻറ്റിൽ അത് പാസ്സായപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. ഇപ്പോൾ ഈ ഉപകാരമില്ലാത്തതാണെന്നുള്ള രീതിയിൽ ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അത് മുൻപത്തെ ജനതയെ തളർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അത് കൊണ്ടൊന്നും ഇവിടെയുള്ള ജനങ്ങൾ തളരൂല. കാരണം ഈ 3 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ കിടന്ന് സമരം ചെയ്യണം ഈ ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും പേടിച്ചോടുന്നവരൊന്നുമല്ല. ഇത് കണ്ടിട്ട് വിരളി പൂണ്ടിട്ടുള്ള ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ BJP ഗവൺമെൻറ് ഇങ്ങനെ ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് BJP ഗവൺമെൻറ് കൊണ്ടുവന്നതല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഈ നിയമം മൂലം ഒന്നും സാധിക്കില്ലെന്ന്
വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ പ്രചരിപ്പിക്കണതാണ്. ആ പ്രചരണത്തിൽ ചില നമുക്ക് നേതൃത്വം നൽകുന്ന ചില വ്യക്തികൾ അതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അല്ലാണ്ട് ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോഴും ഈ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മോദിയോട് കൂടെയും ഈ കിരൺ റിജു കൊണ്ടുവന്നേക്കണ ഈ നിയമം ഞങ്ങളെ പൂർണ്ണമായിട്ടും രക്ഷിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ കൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. മുനമ്പം ജനതയെ സംബന്ധിച്ച് ഇപ്പോൾ നിരവധി ആളുകൾ BJPയിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നല്ലോ. അതിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആളുകളായിരുന്നു കൂടുതൽ. ഇനിയും ഈ മുനമ്പത്ത് ക്രൈസ്തവർ BJPയിൽ അംഗത്വം എടുത്ത് വരുന്നുണ്ടോ? ഇനിയും ഒരു 100-300 പേരെങ്കിലും അന്ന് ചേരാൻ നിന്നതാണ്. അന്ന് പക്ഷേ അന്ന് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്ന വഴിക്ക് അവർ വഴിയിൽ വെച്ചാണ് അന്നേരം ഒരു സ്വീകരണം തന്നത്. അപ്പോൾ ഒരു 10-15 പേര് ഒരു പേരിനെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അപ്പോഴും ആൾക്കാർ കൂടുതൽ വന്നു കഴിഞ്ഞിട്ട് പേരിലാണ് 50-53 പേര് എടുത്തത്. അപ്പോഴും കുറേ പേര് വീണ്ടും ചേരാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 300 പേര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 300 പേരെങ്കിലും ഇന്നിപ്പോൾ അംഗത്വം കൊടുക്കാനായിട്ടുണ്ട്. പക്ഷേ അവരോട് പറയുമ്പോൾ BJPക്കാരെ നേതൃത്വം പറഞ്ഞേക്കണത് നമുക്ക് വേറെ പുറത്ത് ഒരു മീറ്റിംഗ് വെച്ചിട്ട് അന്നേരം നമ്മൾക്ക് അംഗത്വം കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അന്ന് ഞങ്ങൾ അംഗത്വം കൊടുക്കും. ഇന്ന് തന്നെ കാലത്ത് ഇപ്പോൾ ഓച്ചന്തുരുത്തി എന്നുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ജില്ലാ പഞ്ചായത്തിൽ അംഗമാണ്. അപ്പോൾ അദ്ദേഹം പോലും ഇവിടെ ഈ മന്ത്രിയിൽ നിന്ന് അംഗത്വം കൊടുക്കാൻ കണക്കാക്കി വന്നതാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ മന്ത്രിയിൽ നിന്ന് ഇപ്പോൾ ഇന്ന് അംഗത്വം കൊടുക്കാൻ പറ്റില്ല, അതിന് വേറൊരു മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് അംഗത്വം കൊടുപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പോൾ പല ആൾക്കാരും ഇത് കേട്ടിട്ട് അറിഞ്ഞും പല കൊടുത്തൊന്നും ഇവിടുത്തുകാർ മാത്രമല്ല, മുൻപത്തുകാർ മാത്രമല്ല, അല്ലാണ്ട് തന്നെ ഇവിടുത്തെ ഈ പാർട്ടിയുടെ പോക്ക് കണ്ടിട്ട്, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ക്രിസ്ത്യാനികളോട് ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരവും കണ്ടിട്ട് തന്നെയാണ് BJPയുടെ കൂടെ കൂടുന്നത്. അവർ ഇഷ്ടംമാരെ ആൾക്കാർ ഇനിയും അംഗത്വം കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അംഗത്വം കൊടുക്കുകയും ചെയ്യും. പേരെന്തായിരുന്നല്ലോ? എൻ്റെ പേര് ആൻ്റണി ആവും. ഈ മുനമ്പം സ്വദേശി എന്നല്ലേ? അല്ല, വരാപ്പുഴ സ്വദേശി. ഇപ്പോൾ ഇവിടെ വന്നത് മന്ത്രിയുടെ ഈ വാക്കുകൾ കേൾക്കാനാണ്? അതെ, കേൾക്കാനാണ്. എന്ത് തോന്നി? എന്താണ് തോന്നിയിരിക്കുന്നത്? ഇത് ആശ്വാസം, ഇവർക്ക് നീതി ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. മുൻപത്താർക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണിത്. ഇത് വേണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഓരോരോ അനാവശ്യമായ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പീട്ടും കുറ്റം പറയലും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതങ്ങനെ പറയുന്നവരുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്താണ് നിങ്ങളൊരു സങ്കല്പം? എന്താണ് അത് നമുക്കറിയാൻ പാടില്ല, അതിനെപ്പറ്റി നമുക്ക് പറയാൻ ആളല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും. ഇത് സ്വാതന്ത്ര്യ സമര കാലം തുടങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ലഭിക്കൂല എന്നുള്ള ചിന്ത കൊണ്ട് ജനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടൂലെന്നും പറഞ്ഞ് നടന്നിരുന്നു. ഇത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം ഇത്രയും പുതിയ ഒരു കാലഘട്ടത്തിലെത്തി. ഇപ്പോഴും നമുക്ക് ലഭിക്കൂലെന്നാണ് എല്ലാവരും പറയണത്. അതെങ്ങനെയാണ്? അതെന്താ ലഭിക്കൂലെന്ന് പറയണത്? അതിനെ കുത്തിത്തിരിപ്പെന്നല്ല പറയേണ്ടത്. അത് നമ്മളുടെ ഇച്ഛാശക്തി, നമ്മൾ ഇവിടുത്തെ ന്യായം നീതി നടപ്പിലാകണം. അത്രേ ഉള്ളൂ നമ്മളുടെ. ഇവിടുത്തെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടിനോട് ഏത് തരത്തിലാണ് താങ്കളൊരു പ്രതികരണം? വളരെ നല്ല നിലപാടാണത്. അതായത് ആർക്കെങ്കിലും ഇത് പരിഹരിക്കണ്ടേ, ആരെങ്കിലും ഇതിൽ ഇടപെട്ട് ഇതിനൊരു തീർച്ച ഉണ്ടാക്കണ്ടേ. അത് BJPക്കാർ ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും കോൺഗ്രസ്സുകാർ ചെയ്താലും നല്ലത് തന്നെ. നല്ലത് ചെയ്യുന്നത് ആരാണ്? അത് നന്മ. അതാണ് വേണ്ടത്, അതാണ് പ്രവർത്തിക്കേണ്ടത്, അതിനാണ് അധികാരം ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും ഇതിൽ വഖഫ് ബോർഡിനൊപ്പമാണല്ലോ നിന്നിരിക്കുന്നത്. നിരന്തരമായിട്ട് ശക്തമായിട്ട് നിൽക്കുകയാണ്. അവരോട് ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? അവരോടൊന്നും പറയാനില്ല. അവർക്ക് അന്ധത ബാധിച്ചേക്കുന്നത്, അതാണ് ഇതിൻ്റെ അടയാളം. അന്ധന്മാരായിരിക്കുന്നു. അന്ധരെ നയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കണം? അന്ധത കൊണ്ട് നയിക്കാൻ സാധ്യമല്ല. എല്ലാവരും കാഴ്ചയുള്ളവരായിരിക്കണം, അത്രേ ഉള്ളൂ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ഈ പറയുന്ന LDFനും UDFനും ഒരു തിരിച്ചടിയാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്.